പേരെഴുതി വെച്ചത്, ഭാര്യയായിട്ട് കാമുകിയായിക്കോട്ടെ, പേരെഴുതി വെച്ച് ലെറ്റർ എഴുതി വെച്ചിട്ട് അത് അവർ കാരണമാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും അവർക്കെതിരെ ഒരു നടപടിയുണ്ട്. ഏതെങ്കിലും ഒരു പെണ്ണിനെതിരെ ഒരു കേസ് എടുത്തായിട്ട് അറിയും. ഇപ്പോൾ ഗ്രീഷ്മ വധക്കേസിൽ തന്നെ ജസ്റ്റിസ് ഗ്രീഷ്മ വധക്കേസല്ല, ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് അനുകൂലമായ രീതിയിൽ കമാൽ പാഷ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. ഈ സ്റ്റേറ്റ്മെന്റിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം ആണുങ്ങൾ തന്നെയാണോ ഇതുപോലെ മെൻസ് അസോസിയേഷൻ ഇപ്പോൾ അറിയാവുന്നത്? തീർച്ചയായിട്ടും പാവാടകളായിട്ടുള്ള ഞാനെന്ന് പറഞ്ഞായിരുന്നു, പാല വിഷയത്തിനൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്, ഞാനും രാഹുൽ ഈശ്വറൊക്കെ ശക്തമായിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം മുൻകാലങ്ങളിൽ അദ്ദേഹം ജഡ്ജ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. ആ ജഡ്ജ്മെന്റുകളെല്ലാം പരിശോധിക്കേണ്ടതാണ്. കമാൽ പാഷ സാർ എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ജഡ്ജ്മെന്റുകൾ നടത്തിയിട്ടുണ്ടാവും. ഈ വളരെ പ്രണയത്തിൽ വിഷം കലർത്തിയല്ലേ കൊടുത്തത്. അവൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ഈ പെൺകുട്ടിയെ അവൻ തള്ളി പറയുന്നില്ല. അങ്ങനെ ഒരു പ്രണയിച്ച ഒരു വ്യക്തിയെ മൃഗീയമായിട്ട് കൊന്നതിന് ശേഷം ആ കൊന്ന അയാൾക്കെതിരെ ഈ ഇദ്ദേഹത്തെ പോലുള്ളവർ ഹൈക്കോടതി ഇരുന്ന വ്യക്തിയല്ലേ, അദ്ദേഹം നിയമം പാലിക്കേണ്ട ഒരാളല്ലേ. അദ്ദേഹമല്ലേ ഈ യുവാവിനെ പറ്റി, മരിച്ചുപോയ ഷാരോണിനെ പറ്റി ഇത്രയും മൃഗീയമായിട്ടുള്ള കുറ്റം പറഞ്ഞത്? ഗ്രീഷ്മയുടെ വധക്കേസ് റദ്ദ് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? റദ്ദ് ചെയ്താൽ എന്തായിരിക്കും നിങ്ങളുടെ നിലപാട്? ഞാൻ ഇത് യഥാർത്ഥം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ അദ്ദേഹം 3 പ്രാവശ്യം ഈ കേസ് മാറ്റിവെച്ചു. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കുന്നതിന് മുന്നേ 3 പ്രാവശ്യം മാറ്റിവെച്ചു. 2ാമത്തെ പ്രാവശ്യം മാറ്റിയപ്പോൾ ഇതിൻ്റെ നമുക്ക് മനസ്സിലായി കാര്യം പൊതുജനം എന്ത് പറയുന്നു എന്നറിയാനാണ് ഈ മാറ്റിവെക്കുന്നത്, വിധി പറയാൻ വേണ്ടിയിട്ട്. ഞങ്ങളവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ പോസ്റ്റ് ഇട്ടു, വധശിക്ഷയാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ജീവപര്യന്തമെങ്കിലും കിട്ടും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. പിന്നെ ഒരേ ഒരു അവസാനമായിട്ട് ചോദിക്കട്ടെ, ഈ മെൻസ് അസോസിയേഷൻ എന്നുള്ളത് സ്ത്രീകൾക്ക് എതിരായ ഒരു സംഘടനയാണെന്ന് ഒരു അപവാദമുണ്ട്. ആ അപവാദത്തിനെ കുറിച്ച് എന്താ പറയുക? അത് തെറ്റാണ്. കാര്യം ഏറ്റവും കൂടുതൽ ഇപ്പോൾ എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളാണ്. മനസ്സിലായില്ലേ? പുരുഷന്മാർ, പാവാടകളായിട്ടുള്ള പുരുഷന്മാരാണ് എതിർക്കുന്നത്. ഏറ്റവും കൂടുതൽ അവരെ എതിർക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയല്ല, പുരുഷന്മാരാണ് എതിർക്കുന്നത്. സ്ത്രീകളിൽ വലിയൊരു വിഭാഗം. കാര്യം ഏതെങ്കിലും പീഡനം അനുഭവിക്കുന്ന പുരുഷൻ അവൻ്റെ അമ്മയോ സഹോദരിയൊക്കെയാണ് എന്നെ വിളിക്കുന്നത്. അവർക്കും അമ്മയും സഹോദരനും ഒക്കെ ഉണ്ട്. മനസ്സിലായില്ല? അവർക്കും ഒരു പെണ്ണുള്ള വീട്ടിൽ നിന്ന് അവർ ഓരോ പുരുഷൻ, ഇതാണ് നമ്മൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം, ഇദ്ദേഹത്തിനും പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. മനസ്സിലായി? പിന്നെ ബോച്ചെ ഹണി റോസിന്റെ ഇഷ്യൂ കഴിഞ്ഞ ശേഷം ഹണി റോസ് ബോഡി ഗാർഡ്സിനൊക്കെ ഏർപ്പെടുത്തി, പേഴ്സണൽ ബോഡി ഗാർഡ്സിനെ. അത് വേണം. കാര്യം എന്ന് പറഞ്ഞാലേ അതെ, പേടിയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരി പാലക്കാട്, അവസാനഘട്ടം പാലക്കാടാണല്ലോ ഉദ്ഘാടനം. അപ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് അവിടെ ചാണകം എറിയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നു. മാന്യമായിട്ട് ഇപ്പോൾ വസ്ത്രം ധരിക്കുന്നു. ഇപ്പം മാന്യമായിട്ടാണ് ഹണിറോസ് വസ്ത്രം ധരിക്കുന്നത്, അത് നടക്കരുത്. പിന്നെ നമ്മൾ ഇപ്പോൾ സ്ത്രീകൾക്ക് എതിരാണെന്ന് പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോൾ ആശാവർക്കർമാർ സ്റ്റാച്യൂവിൽ സമരം നടത്തുന്ന അറിയോ? അവിടെ പോയി ഒരു ദിവസം ഒരു ചാക്കരി അവർക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ കൊടുത്ത ആളാണ്. പുരുഷന്മാർ അവർക്ക് വേണ്ടി സംസാരിച്ച ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? ഞങ്ങൾ ടീമായിട്ട് പോയി അവർക്ക് അരി, അവർ പയറും കഞ്ഞിയൊക്കെ വെച്ച് കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന പിന്തുണ എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് എതിരല്ല നമ്മൾ. ഒരു വിഭാഗം പുരുഷന്മാർക്കും ഒരു വിഭാഗം സ്ത്രീകൾക്കും എതിര് തന്നെയാണ്. സമൂഹത്തിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മാന്യമായിട്ട്